പച്ചമാങ്ങ വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കടുമാങ്ങ കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് എന്തിൻ്റെ കൂടെയും നല്ല സൈഡ് ഡിഷായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് മാത്രം മതിയാകുമേ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെനച്ച് പോയ വാടിപ്പോയ പോലത്തെ മാങ്ങ ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇത് അധികം പുളിയും അധികം മധുരവും വേണ്ട. ഇതിന് അത്യാവശ്യം ഒരു പുളി മാത്രം മതിയാകും. അതുപോലെ തന്നെ ചെറിയൊരു മധുരവും വേണേ. ഇത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. തൊലി കളയുന്നില്ല കേട്ടോ. തൊലി അധികം അതിൻ്റെ ആ ഒരു തൊലി ചിലത് ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുണ്ടാവില്ലേ. അപ്പോൾ അധികം ഹാർഡായിട്ടുള്ള തൊലിയാണെങ്കിൽ ചവർപ്പ് രസമൊക്കെ ഉണ്ടാകും. അപ്പോൾ ചെറിയ നേരിയ പോലത്തെ ആ തൊലിയാണെങ്കിൽ തൊലിയോട് കൂടി തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും ഈ കറി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ആയിട്ടുണ്ടാകുക. ഇനിയിപ്പോൾ നമുക്കിതാ ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല മുളക് പൊടിയാണ് ചേർക്കുന്നത്. നല്ല മുളക് പൊടിയും കുറച്ച് എരിവ് വേണം കേട്ടോ. അതുകൊണ്ടാണ് ഇത് അധികം അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങ് ചേർത്താൽ മതി. അപ്പോൾ എത്രത്തോളം എരിവാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണേ. ഒരുപാട് വെള്ളം ചേർത്തങ്ങ് ലൂസാക്കി എടുക്കണ്ട, കുറച്ച് തിക്കായിട്ട് വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. അപ്പോൾ നല്ല എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ല മുളക് പൊടി മാത്രം എടുത്തത്. അപ്പോൾ കാശ്മീരി മുളക് പൊടി മാത്രം എടുത്തു കഴിഞ്ഞാൽ എരിവ് അധികം ഉണ്ടാവില്ല, പക്ഷേങ്കിൽ കറി കാണാൻ നല്ലൊരു കളർ ഉണ്ടാകും. അപ്പോൾ നമ്മളിത് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ മുളക് പൊടിയൊക്കെ ഒന്ന് കലക്കിയെടുത്തു കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഇനി ഇതാ ഒരു ചട്ടി നമ്മൾ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാട്ടെ. ഇതുപോലുള്ള കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നല്ലപോലെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇല്ലേ, അതിൻ്റെ ആ ഒരു കൂട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ മൊരിയിച്ചെടുക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. കാരണം ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരും നല്ല പോലെ. എന്നാലേ ആ കറിക്ക് നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ ഡയറക്റ്റ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് പൊടികൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയിട്ട് ആ ഒരു കരിഞ്ഞ ചൊവ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് പൊടികൾ ചേർക്കുന്നതിന് പകരം ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് കൈവിടാണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിൽ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലപോലെ നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തിളച്ച് ഇതുപോലെ ഇങ്ങനെ കുറുകി വരും. അതിനുശേഷം നമ്മൾ ആ ഒരു ബൗളിലേക്ക് തന്നെ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലുള്ള ആ ഒരു അതിൻ്റെ ഒരു പറ്റൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ ഇതാക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ പൊടി വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി വേണം. അതും കൂടിയാണ് നമ്മളിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 ഗ്ലാസോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് വെള്ളം കൂട്ടി വെക്കരുത് കേട്ടോ. നമ്മൾ മാങ്ങ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് മാത്രമേ വെള്ളം എടുക്കാവൂ. ഞാനിത് ഇപ്പോൾ വളരെ ചെറിയൊരു അളവിലാണ് തയ്യാറാക്കുന്നത്. 2 എണ്ണല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള വെള്ളം മാത്രം മതിയാകും. ഇതിപ്പോൾ ഞാൻ മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ച് ആ ഒരു വെള്ളം ഇതായിട്ടൊന്ന് വരണം കേട്ടോ, കുറുകിയിട്ട് വരണം. ഒരുപാടങ്ങ് കുറുകണ്ട, എന്നാലും ഒന്ന് നല്ലപോലെ തിളച്ചിട്ട് കുറച്ചൊന്ന് കുറുകണം. അതിനുശേഷം നമ്മളിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ കറിക്ക് ഭയങ്കര പുളിയായിരിക്കും കേട്ടോ. അതുകൊണ്ട് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അധികം പുളിയും വേണ്ട അധികം മധുരവും വേണ്ട എന്നുള്ളത്. കുറച്ച് ചെനച്ച് പോയ മാങ്ങയായിരിക്കും ഇതിന് കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ എല്ലാ മാങ്ങയും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ മാങ്ങയൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മൂടി തുറന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അടിക്ക് പിടിച്ച് പോകരുത്. അപ്പോൾ ഇതാ നല്ലപോലെ തന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വേവുകയും ചെയ്യും മാങ്ങ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് കിട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ശർക്കരയോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ രണ്ടും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു ശർക്കരേൻ്റെ കൂടെ ഒരു ഇത്തിരി പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ശർക്കര മുഴുവനായിട്ടുള്ള അല്ലെങ്കിൽ പൊടിയായാലും ചേർത്താൽ മതി. അപ്പോൾ ഇനി ശർക്കര ഒന്ന് അലിഞ്ഞ് വരുന്നവരെ വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ വെന്തിതായിട്ടുണ്ട്. ഇനി അങ്ങ് ഉടഞ്ഞു പോകരുത് കേട്ടോ. ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോയി പോകും.
അപ്പോൾ ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് വേണം മാങ്ങ കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ആ ഒരു കഷ്ണങ്ങൾ പെറുക്കി കഴിക്കാൻ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവില്ലോണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ്. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ബ്രൗൺ ഷുഗറാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ശർക്കരേൻ്റെ കൂടെ ഒരു ഇത്തിരി, അതായത് ഏകദേശം ഒരു 1/2 ടീസ്പൂണെങ്കിലും മതിയാകും പഞ്ചസാരയും ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നല്ലപോലെ കുറുകിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വാങ്ങാം നമുക്ക്. ഇനിയിപ്പോൾ ഇത് ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുറുകും. അപ്പോൾ ചോറിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ഇപ്പോൾ മാങ്ങേൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ, കറിയൊന്നും വേറെ ഇല്ലെങ്കിലും ഈ ഒരു കറി മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ണാനും കഴിയും. അപ്പോൾ ഇത് കുറച്ച് തണുത്ത് കഴിഞ്ഞാലാട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. ചൂടോടെ കഴിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഇതൊന്ന് ഇരുന്നിട്ട് ആ ഒരു ഇതിൻ്റെ ഒരു ഇതെല്ലാം അതിൽ പിടിച്ച് കിട്ടുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ സാധാരണ അച്ചാറിനൊക്കെ ചേർക്കുന്ന പോലെ ഉലുവപ്പൊടിയും അതുപോലെ കടുകൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചിട്ടൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ കായപ്പൊടി ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ ചെയ്തെടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്